ഇന്നെ കാത്തുക്കാതെ അവിടെ ഒരാൾ ഒറ്റയ്ക്ക് ചായ കുടിക്കുന്ന കാഴ്ചയും കണ്ടിട്ടാണ് ഞാനിങ്ങനെ തന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നത് കേട്ടോ. ഇമ്മാണെങ്കിൽ നല്ല അടിപൊളി ദോശയും ചട്ടിനിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾക്ക് ഇത് അവിടെ ഒരു വരിക്ക് ഇരിക്കുന്നുണ്ട്. ഓൽക്കൊക്കെ അമ്മ വാരി കൊടുക്കാൻ വേണ്ടി ഇത് അവിടെ ചായയൊക്കെ കൊണ്ടേ വെച്ച് പിന്നെ അപ്പമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ് ഉമ്മ. ഇവിടെ 4 മക്കൾക്കും ഒരുപോലെ വാരി കൊടുക്കുകയാണ് ഉമ്മ കേട്ടോ. ഇവർ 3 ആക്കും വാരി കൊടുക്കുക, ചില സമയം 3 ആക്കും ഒരുമിച്ച് വാരി കൊടുക്കും. ആ സമയം നീലുട്ടന് വന്നിരുന്നിട്ട് ഓനും വാരി കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും കൂടി വാരി കൊടുക്കുന്ന ഒരു തത്രപ്പാടിലാണ് ഇമ്മ. ഇപ്പം പിന്നെ മുൻഭാഗത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാനിത് വെറുതെ ഒന്ന് ജസ്റ്റ് ക്യാമറ കൊണ്ട് പോയത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ മുൻഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. കാരണം ഇങ്ങോട്ട് ഇറങ്ങാറില്ല. ഇപ്പോൾ ഈ മുൻഭാഗത്ത് വന്ന് ഇരിക്കാറേ ഇല്ല കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് ഇവിടെ വന്ന് ഇരിക്കൽ കുറവാണ്. അപ്പോൾ ഞാൻ ഏതായാലും അങ്ങോട്ട് ക്യാമറ തിരിച്ചതല്ലേ എന്ന് കരുതിയിട്ട് കുറച്ച് നേരം ആ ഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാൻ നേരെ കിച്ചണിക്ക് പോയി. കാരണം ഞാൻ ചായ കുടിച്ചിട്ടില്ല, തുത്ത് മാത്രമല്ലേ ചായ കുടിച്ചിട്ടുള്ളൂ. ഒക്കെ പിന്നെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന പാൽപ്പൊടി ചായ ഏറ്റവും ഇഷ്ടം. എനിക്കാണെങ്കിൽ നല്ല പാലൊക്കെ തിളപ്പിച്ച് ചായ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനതൊരു അടുപ്പത്ത് വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ അടുപ്പത്ത് നല്ല ചേന ഇങ്ങനെ പൊരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കുകയാണ്. കുറേ വന്ന പാട് ഞങ്ങളൊക്കെ നിൽക്കാൻ വന്നപ്പോൾ സമയത്ത് തന്നെ അമ്മ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണോ എന്നിങ്ങനെ ചോദിക്കണുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ അമ്മ എന്ന് ചോദിച്ചപ്പം അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ് ഇന്ന് പൊതിച്ചോറ് കേട്ടോ. അപ്പോഴാണ് ഏകദേശം വിഷു ടൈമായി. അപ്പോൾ നമുക്കൊരു വിഷുവിനൊക്കെ ഉണ്ടാക്കിയൊരു പ്രതീതിയൊക്കെ കിട്ടിയിടാം. അങ്ങനെ ഞാൻ എന്തായാലും നല്ലൊരു കപ്പ് ചായയൊക്കെ നല്ല ഉണ്ടാക്കിയിട്ട് ഒരു ദോശയും പിന്നെ ചക്കക്കൂട്ടാൻ കണ്ടപ്പോൾ കുറച്ച് ചക്കക്കൂട്ടാൻ എടുത്തു. അങ്ങനെ ഈ ചായയും ദോശയും ഒരു ചേർച്ചയില്ലാത്ത ചക്കക്കൂട്ടാനൊക്കെ കൂട്ടി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കക്കൂട്ടാൻ. പിന്നെ ചട്ടിനിയൊക്കെ ഒഴിച്ചിട്ട് ഇതാ ഞാൻ ഇരുന്ന് അപ്പം കഴിക്കാൻ കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ തകൃതി പണിയിലാണ്. പിന്നെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനുള്ള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ ഭാഗത്തേക്കേ പോയില്ല. അപ്പോൾ പിന്നെ വീട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും അമ്മക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി. അപ്പോൾ അവൾ അതൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. തീറ്റ കൂടി കിടത്തും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്ടിനിയും ദോശയൊക്കെ ഞാൻ അരിഭക്ഷണമൊക്കെ അങ്ങനെ ഇരുന്ന് കഴിച്ചിട്ട് കുറേ ആയി. ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അരിഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നതല്ലേ, ഇവിടുന്ന് ഒന്നും ഞാൻ നോക്കൂല, ഫുഡ് കാര്യങ്ങളൊന്നും ഒരു ഡയറ്റോ സംഭവങ്ങളൊന്നും നോക്കൂല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. ഇവിടെ വന്ന് പോയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറ്. കാരണം ഉമ്മ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തരും. അതൊക്കെ തിന്നാതെ ഇങ്ങനെ നമ്മൾ തട്ടി വീട്ടിലെത്തുമ്പോഴേ കാരണം എനിക്ക് തിന്നേനു എന്നൊക്കെ തോന്നൽ കേട്ടോ. അങ്ങനെ അമ്മയുടെ മക്കൾക്ക് വരിവരിയായിട്ട് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്. ആ സമയമാണ് വാഴൻ്റെ ഇല കൊണ്ടുവന്നിട്ട് വാട്ടിക്കാണ്ട് ഈ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വാട്ടി തന്നിൻ്റെ അടുത്ത് ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഇവിടെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമയം മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ എണീറ്റപ്പോഴേ ഒരു 10:11 ആയിട്ടുണ്ട്. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അമേരിക്കയാണോ ഇന്ത്യയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ്. രാത്രി ഉറക്കമില്ലായ്മയും പകൽ ഉറക്കും അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ ഞാൻ വായൻ്റെലൊക്കെ നന്നായിട്ട് തുടച്ചു കഴിഞ്ഞു. വെറുതെ പിന്നെ അതാ നീലൂനെയും കൊണ്ട് ഇങ്ങനെ റൂമിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആനപ്പുറത്ത് കയറാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മേത്ത് ഇങ്ങനെ കയറി കളിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഓൻ്റെ മെച്ച് ഇവിടെ എല്ലാം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നുജുമുണ്ട്, ഇന്ന് ലീവാണ്, വിഷു ഇതൊക്കെ ആയതുകൊണ്ട് ലീവാണ്. അപ്പം ഒരു 2 ആളും കൂടി ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ട്. ആ സമയം ഞാൻ നീലൂനെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കളിപ്പിച്ചു കൊടുക്കുന്നു. ഓനാണെങ്കിൽ എൻ്റെ തലയ്ക്ക് കയറുക, അവിടെ കയറുക അങ്ങനെയുള്ള കലാപരിപാടിയാണ് ഓൻ കാട്ടുന്നത്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആര്യനും വന്ന് ഇങ്ങനെ പാളി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെയുള്ള കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചത് ഇവിടെ ചോറും കൂട്ടാനൊക്കെ ഇവിടെ മേശപ്പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഒന്ന് പൊതിച്ചോറാക്കിയിട്ട് പൊതിഞ്ഞു വെക്ക്, നമുക്ക് കഴിക്കാമല്ലോ. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ പൊതിഞ്ഞു വെക്കണമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓടി വന്ന് ഇങ്ങോട്ട് ഇമ്മയുടെ ഫുഡ് ചോറ്, പിന്നെ മമ്പയർ ഉപ്പേരി, ചക്കക്കൂട്ടാൻ, ചേന പൊരിച്ചത്, ബീട്രൂട്ട് ഉപ്പേരി, മുട്ട പൊരിച്ചത്, മീൻ പൊരിച്ചത്, പിന്നെ നല്ല തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒഴിച്ച് കറിയായിട്ട് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനെ ഇട്ടിട്ട് മോരുകറി വേണോ അതോ നോർമൽ മോരുകറി വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നോർമൽ മോരുകറി മതി, എനിക്ക് അതാട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള ആകെ പരിപാടി എന്താ വെച്ചാൽ ആ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഞങ്ങളെ നെപ്പ് കണ്ടാൽ വിചാരിച്ചും എല്ലാതും ഉണ്ടാക്കിയത് ഞങ്ങളിലാണെന്ന്. അപ്പോൾ എന്തായാലും ആ സമയത്താണ് നുജുമോഗോല് ഡോക്ടറെ കാണിച്ച് വന്നത്. അപ്പോൾ പിന്നെ ആ വിശേഷങ്ങൾ ഇങ്ങനെ
ചോദിക്കാണ് കേട്ടോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ചെറിയ തലവേദന ഉണ്ടായിരുന്നു, അതിന് കാണിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഇതാ നമ്മൾ ഇനി അടുത്ത പരിപാടി പൊതിഞ്ഞ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുമ്പോൾ വായൻ്റെ എല്ലാം കുറവാണ്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും വേണ്ട, പൊതിച്ചോറാകുമ്പോൾ എല്ലാവർക്കും പൊതിഞ്ഞ് തന്നെ വേണമല്ലോ. നോക്കിയപ്പോൾ വായൻ്റെ ഇലൊക്കെ കുറവ്. അപ്പോൾ ഉള്ളതിൽ പൊതിഞ്ഞ് വെക്കാം, അല്ലാത്തത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണ്ട. അപ്പോൾ ഞാൻ ആദ്യം ചോറിട്ടു. പിന്നെ ഇപ്പോൾ അടുത്തത് എന്താ കറി പാരണമെന്നാണ് ഇപ്പോൾ ഞാൻ തുത്തുനോട് ചോദിച്ചത്. അപ്പോൾ ഓള് പറഞ്ഞു കറി പാരണ്ട, കറി അതിലേക്ക് പിന്നെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ പാരാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓരോ സംഭവങ്ങൾ. അപ്പോൾ ആദ്യം ഇട്ടത് ഞാൻ ചക്കക്കൂട്ടാനാണ് കേട്ടോ. നല്ല ചക്കക്കൂട്ടാൻ ഉണ്ടായിരുന്നു. പിന്നെ മമ്പയറിൻ്റെ തോരനാണ് രണ്ടാമത് ഇട്ടത്. അത് രണ്ടും ഒരു പ്ലേറ്റിലേനും ഇമ്മ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ചേന പൊരിച്ചത് കേട്ടോ, എൻ്റെ എന്തൊരു ടേസ്റ്റ് എന്ന് പറയുക ചേന പൊരിച്ചത്. പിന്നെ ഞാൻ ചേന പൊരിച്ചതാണ് ഇപ്പോൾ ഇട്ടത്. പിന്നെ നല്ല തേങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തിയും അത് രണ്ടും കൂടി മാങ്ങി തേങ്ങ ഇട്ടതാണ്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ഉരുട്ടി അതിൻ്റെ സെൻറ്റർ ഭാഗത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ചിക്കൻ വറുത്തതാട്ടോ. കാരണം അവർക്ക് മീൻ വറുത്ത വലിയ താല്പര്യമില്ല. പിന്നെ മുള്ളുള്ള മീനാണ്, ഈ ചെമ്പോലി മീനില്ലേ അതായിരുന്നു. അപ്പോൾ പിന്നെ മക്കൾക്ക് ചിലപ്പോൾ മുള്ളു കൊണ്ടാലോ എന്ന് കരുതിയിട്ട് മോൾക്ക് ചിക്കനും പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 മുട്ട എടുത്തിട്ട് ഒരു 2 എണ്ണം ആക്കിയിട്ട് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അതാ ഏറ്റവും ഒരു നടുവിലായിട്ട് നമ്മൾ ചമ്മന്തിൻ്റെ മുകളിലായിട്ട് മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി വെച്ച് പിന്നെ പപ്പടം നമ്മൾ കഴിക്കുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. പപ്പടം അതിക്ക് ഇടണ്ടായിരുന്നു. പിന്നെ ഒരു അച്ചാർ വെക്കാനാണ് നമ്മൾ മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഞാനത് എന്നെക്കൊണ്ട് അറിയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ മടക്കാനൊന്നും അറിയൊന്നുമില്ല. പിന്നെ അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടൊന്നുമല്ലല്ലോ ആരും വരുന്നത്. ഏതായാലും ഒരു വിധം ഞാനിങ്ങനെ വെച്ച് നോക്കി ഇങ്ങനെ മടക്കി. ഇവിടെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡായിട്ടോ ഇങ്ങനെ മടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ കലാപരിപാടിയൊന്നും അറിയില്ല. ഏതായാലും അറിയുന്ന വിധത്തിലൊക്കെ ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ കടലമുട്ടായി കൊണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മുട്ടായാണ് ഈ കടലമുട്ടായി കേട്ടോ. അപ്പോൾ അത് പിന്നെ എൻ്റെ വായിൽ വെച്ചതാണ് തുത്തു. അങ്ങനെ ആദ്യത്തെ പൊതി ഭയങ്കര അതിസാഹസികമായി ഞങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നത്തൊക്കെ തുത്തു ആണ് 1-2 തുത്തു പൊഞ്ഞു, പിന്നെ ഞാൻ പൊഞ്ഞു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഏകദേശം ഞങ്ങളങ്ങനെ സഹിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നാമത് ഈ ചോറൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് പൊതിഞ്ഞ് കാത്തുക്കാനുള്ളൊരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കഴിക്കാനൊക്കെ ആയിരുന്നു പൂതി. പിന്നെ കുറച്ച് നേരം നിൽക്കണമല്ലോ, ഒരു 20 മിനിറ്റ് എങ്കിലും നിൽക്കണമല്ലോ. അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിച്ചത്. അപ്പോൾ നോക്കുമ്പം ഒരു പൊതി കുറവാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പൊതിച്ചോറ് കഴിച്ചോളൂ, എനിക്ക് ഇങ്ങനെ മതി, ഞാൻ ഇങ്ങനെ കഴിച്ചോളാം, ബാക്കി മക്കൾക്ക് എന്തായാലും പൊതിയായിട്ട് തന്നെ വേണ്ടി വരും. കാരണം പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടാണ് പോലെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വലിയോലാണ് ആദ്യം ഫുഡ് കഴിക്കുന്നത്. മക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. മക്കളവിടെ കളിക്കുകയാണ്. കാരണം മേശപ്പുറത്ത് ഇരുന്ന് കഴിക്കണമല്ലോ പൊതിച്ചോറൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ചമ്മന്തിയൊക്കെ കുഴിച്ച് ബീട്രൂട്ടും സംഭവങ്ങളൊക്കെ കുഴിച്ച് എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്ന സമയത്ത് വരെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ഇടാനുള്ളതൊക്കെ അവിടെ പിന്നെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊക്കെ അവിടെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൂട്ടാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പർക്കുള്ളത് കുറച്ചും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം മൂപ്പർക്കും ഇങ്ങനത്തെ സദ്യ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കഴിച്ച് നമ്മളറിയാതെ അങ്ങനെ കഴിക്കുമല്ലോ. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള ആ ഒരു കഴിക്കലും ആണല്ലോ. വയറ് നിറഞ്ഞ് മുട്ടിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തായാലും ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇത് ആ മക്കൾക്ക് അവിടെ വെച്ച് കൊടുത്തത്. പോലും ഇത് എന്താ അപ്പോൾ ഇതൊരു പൊതിച്ചോറ് എന്നുള്ളൊരു ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ ഞാനത് അവർക്ക് ചട്ടിച്ചോറിൻ്റെ മാതിരത്തെ പൊതിച്ചോറാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ചട്ടിച്ചോറ് പോലെ റെയിനുട്ടനും ആര്യനൊക്കെ പുറത്തു പോയി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറ് അങ്ങനെ പൊതിഞ്ഞ ചോറിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ അത് അവരവിടെ കഴിക്കുന്നുണ്ട്. റെയിനുട്ടിന് അങ്ങനെ വല്ലാണ്ട് കേട്ട് പറ്റിയില്ല. ആരിനും ഇതുമ്പോൾ പിന്നെ ഒരേപോലെയാണ് കേട്ടോ. രണ്ടാൾക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക എരും പുളിയൊക്കെ ഉള്ള ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പോലും രണ്ടാളും ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ആ വയറ് നിറഞ്ഞ് ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ തുത്തോടെ അപ്പൂക്കിന് പോയി കിടന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഓക്കും അധികം ഫുഡ് കഴിച്ചിട്ട് ഓൾ നല്ല കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റിലായിരുന്നു. എന്നെ പോലെ ഒന്നല്ല, ഓൾ നല്ല ഡയറ്റിൽ ഇങ്ങനെ പോവുകയായിരുന്നു. ഒരു 4-5 കിലോ 5-6 കിലോനോളം ഓൾ കുറച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓളും കൂടി ഇപ്പം ഞാൻ വന്നതിന് ശേഷം കുറച്ച് ഫുഡടി കൂടുതലാണ്. അപ്പോൾ ഓള് വയറ് നിറഞ്ഞവിടെ കിടക്കുന്നത്. അപ്പോഴാണ് റെയിനിട്ടും എന്നുള്ള മേത്ത് കയറി കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോണ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നാലെ പോയി നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര മേക്കപ്പിലൊക്കെയാണ്. എന്താണ് വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ
പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇടണ്ടേ. ഓൾ ഹസ്ബൻഡാണെങ്കിൽ നല്ല അടിപൊളി സാരി പിന്നെ എന്താ പറയുക ഇതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഓക്ക് വേണ്ടിയിട്ട് വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് പറ്റുമോ? നല്ല അടിപൊളി സാരി ആയിരുന്നു കണ്ടോ. നീല പ്രിൻ്റ് ആയിരുന്നു കേട്ടോ. ഈ വെള്ള പിന്നെ ഏതായാലും സെറ്റ് സാരി ആകുമ്പോൾ വെള്ള ആവുമല്ലോ. പക്ഷേ നീല പിന്നെ കരയൊക്കെ വരുന്ന സാരിയായിരുന്നു. ആ ബ്ലൗസും ഉള്ളു ഓൺലൈനിൽ നിന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്ത് 2 ദിവസം കൊണ്ട് വരുന്ന വാങ്ങിയതാണ് കേട്ടോ. നല്ല ഒളിഞ്ഞ് സൈസ് ശരിയാവില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് 2 സൈസിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കറക്റ്റായത് ഓൾ ഇട്ടിട്ട് മറ്റേത് ഓൾ റിട്ടേൺ ചെയ്തിട്ടു. അങ്ങനെ ഈ ഒരു ബ്ലൗസ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അങ്ങനെ ഒരു വിധം ഓളെ നോക്കും. പിന്നെ സാരി ഇട്ടാനൊക്കെ അറിയട്ടെ. എനിക്കാണ് പിന്നെ അങ്ങനെ സാരി ചുറ്റാൻ അറിയാതെ ഞാൻ അങ്ങനെ ഉടുത്തിട്ടുമില്ല, സാരി അങ്ങനെ ഉടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഓള് കുറച്ച് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഞൊറിയൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ കുറച്ച് നേരം ഇതുപോലെ ക്യാമറയും പിടിച്ച് നിൽക്കുകയായിരുന്നു എൻ്റെ പരിപാടി. കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഓക്കെ ഞാൻ എടുത്തു കൊടുത്തു. ഓള് ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഓളെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഗെറ്റ് റെഡി വിത്ത് മീയും ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓളെ ചാനലിൻ്റെ പേര് സ്മൃതി സുജി എന്നാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ഉള്ള ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു കൊടുത്തതൊക്കെ ചിലത് പറ്റുന്നുണ്ട്, ചിലത് പറ്റുന്നില്ല. പിന്നെ താത്തയായി പോയില്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓളെ ട്രൈപ്പോഡ് ഓൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നോക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ ട്രൈപ്പോഡ് ഇവിടെ എത്തി എന്താ അറിയില്ല, മക്കളെ കയ്യിൽ നിന്നോ ആരെ കയ്യിൽ നിന്നോ അത് പൊട്ടിക്കിടപ്പുണ്ട് കേട്ടോ, കേടന്ന്. അപ്പോൾ അത് അതിൽ ഫോൺ ഫിറ്റ് ചെയ്യാനോ ഒന്നും വയ്യ. ഞങ്ങൾ വെയിലത്ത് വീഡിയോ എടുക്കണോണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവണമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തണലത്ത് പോയിട്ട് ഞങ്ങളിങ്ങനെ ഫോട്ടോ നന്നായിക്കണോ എന്നൊക്കെ നോക്കുകയാണ്. ഏതായാലും ഒരുവിധം കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഞാനിങ്ങനെ ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാമെന്നല്ലാതെ അങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാൻ അത്ര വലിയൊരു ഇതൊന്നുമല്ല. എന്തായാലും ഓള് എങ്ങനെയൊക്കെയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നോള് സാരി പിന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി മടക്കി ഒതുക്കി വെക്കണം. ആ സമയത്താണ് ഞാൻ മോളു ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തായിരുന്നു കേട്ടോ. ഓക്ക് ഐറൂസ് ഉറങ്ങി ഉണർന്നിട്ടാണ് ഓൾ വീഡിയോ കോൾ ചെയ്യുക. കാരണം ഞാൻ വിളിച്ച് ഓനെ ഉണർത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല. ഓൾ ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാം കേട്ടോ. അങ്ങനെ ഓളോട് സംസാരിച്ച് നിൽക്കുമ്പം ഇവളിവിടെ തകൃതിയായിട്ട് സാരിയൊക്കെ മടക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാരി. കാരണം എനിക്കങ്ങനെ സെറ്റ് സാരി ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ഇതൊരു ബ്ലൂ കളറായതുകൊണ്ട് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോഴാണ് ഇപ്പോൾ വന്നുകാണ്ട് വന്നാണ് മക്കളെ ഇവിടെ ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഈ വിഷുവിൻ്റെ പരിപാടിയായിട്ട് ഇപ്പാക്ക് ഇവിടെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ മുട്ടായൊക്കെ കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഊരിയൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇതെല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുമെന്നും പറയും. ഞാൻ എങ്ങനെയൊക്കെയോ എല്ലാവർക്കും കൂടി ഒരു ചെറിയ പീസൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും വായിൽ എത്തിച്ചിട്ടുണ്ട്. നീലൊക്കെ അവിടെ നല്ല അടിപൊളിയായിട്ട് ചക്രമുട്ടായി കഴിക്കുന്നുണ്ട് കേട്ടോ. മൂത്ത കുട്ടിയായതുകൊണ്ട് ഓരി വെക്കുക എന്നുള്ള പരിപാടികളൊക്കെ എന്നെ ഏൽപ്പിക്കാറ്. അത് ആദ്യം തൊട്ടേ ഈ ഓരി വെക്കുന്ന സംഭവമൊക്കെ എൻ്റെ കയ്യിലായിട്ട് കിട്ടാറില്ല. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലൊക്കെ അങ്ങനെ മെല്ലെ ഓരി വെച്ച് കൊടുത്തിട്ടുണ്ട്. മക്കൾക്കൊന്നും പിന്നെ ചക്രമുട്ടായൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉണ്ടായത് ഉഴുന്നുവടയൊക്കെയായിരുന്നു. ഏതായാലും അതൊക്കെ ഒന്ന് ഓരി വെച്ചപ്പോൾ അടുക്കളയിൽ ഉമ്മാക്ക് ഞാൻ ചക്രമുട്ടായി കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ പിന്നെ നല്ല അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ നമ്മൾ സദ്യ കഴിച്ചപ്പോൾ ഞാൻ അമ്മാനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്മ ഒരു പായസത്തിൻ്റെ കുറവുണ്ടല്ലോ അമ്മാന്ന്. കേട്ട പാടെ കേൾക്കാത്ത പാടെ ഇവിടെ ആ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അമ്മാനോട് അപ്പോഴേ പറഞ്ഞത് വേണ്ട, ഞങ്ങൾ വെറുതെ ഇനി അടുക്കളയിൽ ഇങ്ങോട്ട് പോരിമ്മാന്ന്. അവൻ പറഞ്ഞു നിങ്ങൾ വരുമ്പോഴല്ലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല അമ്മച്ചി, ഉമ്മ ഉണ്ടാക്കി തരാം, നീ പോയാൽ പിന്നെ ഉമ്മക്ക് ഇടങ്ങേറിക്കാരെന്നും പറഞ്ഞിട്ട് ഉമ്മ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, എനിക്കും ഒരു സങ്കടമായി. എന്തായാലും പായസമൊക്കെ ഒരു ഗ്ലാസ്സിലേക്കൊക്കെ പാർന്ന് ഇവിടെ ടേബിൾ മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും നല്ല അടിപൊളി. ഉമ്മക്ക് പിന്നെ സേമിയ പായസം ഉണ്ടാക്കണം ഭയങ്കരമായിട്ട് ടേസ്റ്റായിട്ട് ഉമ്മ സേമിയ പായസം ഉണ്ടാക്കും. പിന്നെ ഈ പെരുന്നാക്കൊക്കെ രാവിലെ സേമിയ പായസം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ അധികം മിൽക്ക് മെയ്ഡൊന്നും ഇടാതെ തന്നെ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റിൽ ഇട്ട പോലെ അമ്മ ഉണ്ടാക്കും കേട്ടോ. അതെന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. ഞാനിതാ ഒരു ഗ്ലാസ് എടുത്തപ്പോൾ അതിങ്ങനെ ഈ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചപ്പി പോകണുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഒരുമിച്ച് വെച്ചിട്ടാണ് കുടിക്കണത് കേട്ടോ. അവർ ഈ തുത്തുവാണ് 2 ഗ്ലാസ് ഒരുമിച്ച് വെച്ചിട്ട് എനിക്ക് തന്നത്. ഓളും അവിടെ പിന്നെ എന്താ പായസം കുടിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഓക്കും എന്താ വെച്ചാൽ ഈ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ അതെന്ത് തന്നെ ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള അവിടെ തകൃതിയായിട്ട് എഡിറ്റിങ്ങിലും പരിപാടിയിലൊക്കെയാണ്. ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമ്മളിന്ന് മൈൻഡില്ല, അവളുടെ ഭയങ്കര എഡിറ്റിങ്ങിലാണ് കേട്ടോ. ഞാൻ അവിടെ നല്ല രീതിയിൽ പായസം കുടിച്ചു. എനിക്ക് പിന്നെ അങ്ങനത്തെ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട്, ഞാൻ സാരിയൊന്നും എടുക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ പടക്ക പരിപാടി തുടങ്ങിയത്. വിഷു അല്ലേ, പടക്കം വേണ്ടേ? അപ്പോൾ അങ്ങനെ പടക്കം പൊട്ടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ പടക്കം ഉണ്ട് കേട്ടോ. നുജുമിൻ്റെ ഫ്രണ്ട് അതോ കൊടുത്തതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ദിവസം മുമ്പ് പോലെ ഈ കിട്ടിയ സമയത്ത് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വിഷുവിൻ്റെ അന്ന് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് പൊട്ടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. മക്കളൊക്കെ ഭയങ്കര ഹരത്തിലാണെങ്കിലും അതിലേറെ പേടിയുണ്ട് കേട്ടോ അവർക്ക് പടക്കം പൊട്ടിക്കാനൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളതൊക്കെയാണ് ഇങ്ങനെ ചെക്ക് ചെയ്യണത്. അപ്പോൾ ആ സമയത്തും തുത്തു അവിടെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നുജും പുറത്തിറങ്ങിയിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട്. പിന്നെ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് പൂത്തിരി സംഭവങ്ങളൊക്കെ മതിൽമേൽ മെഴുകുതിരി കുത്തിച്ചിട്ട് ഓരോരുത്തർ അങ്ങനെ കത്തിക്കുന്നുണ്ട്. ഇവിടെ ഇതുമൂന്നും ആര്യനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ റെയിനുവിന് നല്ല പേടിയുണ്ട്. പിന്നെ പൂത്തിരിയൊക്കെ കത്തിക്കും, പക്ഷേ ഈ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് റെയിനുവിന് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ എൻ്റെ പിന്നിൽ വന്ന് ഇങ്ങനെ ഒഴിച്ച് നിൽക്കുകയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാനും ഇറങ്ങി നമുക്കൊന്ന് പൊട്ടിക്കുക, അല്ലെങ്കിൽ നമുക്കൊന്നും പൂത്തിരിയെങ്കിലും കത്തിക്കണ്ടേ. കാരണം അതവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പറന്ന് പോയി കാണും കത്തണ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്, പൂത്തിരി പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്. കാരണം കുട്ടികളെ മേത്തേക്കൊന്നും ആവണ്ടല്ലോ, പിന്നെ വണ്ടിയൊക്കെ ഉള്ളതല്ലേ, അങ്ങോട്ട് ഒന്നും ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, ഒരു തണുപ്പുള്ളതുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. തണുപ്പുള്ളതുകൊണ്ട് തന്നെ കത്താനും പൊട്ടാനൊക്കെ കുറച്ച് ടൈം എടുത്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നല്ല രീതിയിൽ കത്താനൊക്കെ തുടങ്ങിയത് കേട്ടോ. എല്ലാവരും ചുറ്റുപാട് നടന്ന് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ചക്രം ആണോ പടക്കമൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നൊക്കെ കത്തുണ്ട്. അപ്പോൾ ഭയങ്കര അപകടമാണ് വിചാരിച്ചിട്ട് മക്കളെ അടുത്തുനിന്നൊക്കെ തട്ടാത്ത രീതിയിൽ വിട്ടു പോയിട്ടാണ് ആ ഒരു റോഡിന് അങ്ങോട്ട് പോയിട്ടാണ് കത്തിക്കുന്നത് കേട്ടോ. പിന്നെ മേശപ്പുത്തിനൊക്കെ പിന്നെ പ്രശ്നമില്ലല്ലോ, റൂക്ക് ഇങ്ങനെ കത്തി പോവല്ലോ, അതൊന്നും പിന്നെ വലിയ പേടിയില്ല. പക്ഷേ ആ ഒരു പറന്ന് കത്തുന്ന സംഭവം പിന്നെ ഞങ്ങൾ അപ്പം തന്നെ നിർത്തിയിട്ടോ. കാരണം അത് വലിയ അപകടമാണല്ലോ, മക്കളൊക്കെ ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ. റെയിനിട്ട് വേണ്ട എൻ്റെ പിന്നിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിന് ചെറിയൊരു പേടിയുണ്ട് പടക്കം പൊട്ടുമ്പോൾ, അല്ലാതെ പൂത്തിരി കത്തിക്കാൻ അങ്ങനെയൊന്നും വലിയ പേടിയില്ല. എന്നാലും അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കയറ്റുന്നു, ബാ നമുക്ക് പൂത്തിരി കത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പിന്നെയും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി. ഇമ്മാക്കാണെങ്കിൽ അതിലേറെ ഹരം കേട്ടോ. ഇമ്മ അങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് ഇറങ്ങേണ്ട അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊക്കെ അങ്ങോട്ട് കത്തുകയാണ്. നമുക്ക് ചിലപ്പോൾ മേത്തേക്ക് വരുമോ എന്നൊക്കെ പേടിയാണോ, ഒരു പേടി കിട്ടും സംഭവം. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കത്തി തീർന്നാൽ മതിയെന്നു എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. അതിൻ്റെ ഒപ്പം നമുക്കിത് കത്തിക്കാഞ്ഞാൽ നമുക്കൊരു ഒരു ഇടങ്ങേറുമാണല്ലോ. അതായത് ഏറ്റവും ലാസ്റ്റ് ഉമ്മയും വരുന്നുണ്ട്, ഇതിക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഉമ്മയൊക്കെ പിന്നെ അരികൂട്ടുകാരിയാണല്ലോ, അതൊക്കെ ഒരു ഹരമാണ് ഉമ്മക്കൊക്കെ. എന്തായാലും അതും നല്ല രീതിയിൽ ഉമ്മ കത്തിച്ച് ഉമ്മയും വിട്ടത്ത് കറക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതുമ്മു ലാസ്റ്റ് എത്തിയപ്പോൾ ഇങ്ങനെ ഇതുമ്മും കത്തിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഓക്കും പേടിയായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ട് നമ്മളെ വിഷു സംഭവങ്ങളും അടിപൊളിയായി പിന്നെ തീർന്നുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വിഷു നമുക്കിങ്ങനെ എല്ലാവരും കൂടെ ആഘോഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക, വീട്ടിൽ നിൽക്കാൻ വന്ന സംഭവത്തിനുള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് സദ്യ കഴിക്കാനും പായസം കഴിക്കാനും പിന്നെ പുത്തിരി കത്തി പടക്കം പൊട്ടിക്കാനൊക്കെ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കാതുള്ള ഒരു ആഘോഷമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുവിധം കഴിഞ്ഞു, ടയേർഡായി ക്ഷീണിച്ചു. എല്ലാവരും പൂത്തിരിയൊക്കെ കത്തിച്ച് സംഭവങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ മക്കളൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്, റെയിനുട്ടനും ആര്യനൊക്കെ കേട്ടോ. ആര്യൻ്റെ മുഖമൊക്കെ ഇങ്ങനെ സങ്കടത്തിലുണ്ട്. എന്തായാലും 2 ദിവസം അരികൂടുക്ക് നിൽക്കാൻ വരേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തുത്തുവിനോടും മക്കളോടൊക്കെ. അപ്പോൾ ഓക്കെ, എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. കാരണം വീടൊക്കെ അലങ്കോലായി കിടക്കല്ലേ, ഞാൻ ചെന്ന് ക്ലീൻ ആക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞതാണ്. അന്ന് രാത്രിയിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പോരാതെ പറ്റില്ലല്ലോ അല്ലേ.